താക്കീതാണ്. ഇതാരെങ്കിലും തീർത്ത കൂട്ടമല്ല, മുൻകൂട്ടി തയ്യാറാക്കിയ പ്രതിഷേധ പ്ലോട്ടല്ല, മറിച്ച് ജീവിക്കാൻ ജീവിതം വഴിമുട്ടിയ ജനതയുടെ ആത്മവികാരികളിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധമാണ്. പുൽപ്പള്ളിയിൽ അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം അതേപോലെ തുടരുന്നു. കഴിഞ്ഞ 17 ദിവസങ്ങൾക്കിടെ കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞത് 3 ജീവനുകൾ, അതിന് മുൻ വർഷങ്ങളിലെല്ലാം പൊലിഞ്ഞത് നൂറുകണക്കിന് ജീവനുകൾ. അങ്ങനെ ഈ ജീവനുകൾ പൊലിയുമ്പോൾ ഓരോ ഘട്ടത്തിലും നഷ്ടപരിഹാരം, സർക്കാർ ജോലിയും പ്രഖ്യാപിച്ച ക്രിയാത്മകമായ വിദൂരമായ ഭാവിയിലേക്ക് പദ്ധതികൾ തയ്യാറാക്കാതിരിക്കുന്ന സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണിത്. വയനാട്ടിലെ ജനത എന്ന വൈകാരിക അടിസ്ഥാനത്തിൽ പടുത്തുയർത്തിയ ഈ പ്രതിഷേധം അത് അങ്ങനെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് ചേർന്നു. സുർജിത്ത്, രാവിലെ തുടങ്ങിയ പ്രതിഷേധം അത് അങ്ങനെ തന്നെ തുടരുകയാണ്. ചില ഘട്ടങ്ങൾ അതിന്റെ സ്വഭാവം മാറുന്നു. ഇനി അങ്ങോട്ട് പ്രതിഷേധക്കാരുടെ മുന്നിലുള്ള പദ്ധതികൾ എന്താണ്? ഇനി അവർക്ക് എന്താണ് വേണ്ടത്? ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആലോചിക്കുന്നത്? ഇങ്ങനെ ഒരു പ്രതിഷേധം തുടരുകയാണ് ജനങ്ങൾ. എന്തായാലും ആ വാഹനം, അതായത് നേരത്തെ ഈ പശുവിനെ കൊണ്ടുവന്ന ട്രാക്ടർ തിരിച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്, അവരുടെ നീക്കം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അവർക്ക് സംസാരിക്കാനുണ്ടാകും സ്വാഭാവികമായും. എന്തായാലും അത്തരത്തിലുള്ള ഒരു സംസാരത്തിലേക്കാണ് അവർ പോകുന്നത്. എന്തായാലും അവർ ട്രാക്ടർ എടുത്തുകൊണ്ട് പോകുന്നു. ചേട്ടാ, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണ്ട. ഇന്ന് 16,000 1 ലക്ഷം നഷ്ടപരിഹാരം തന്നു. നാളെ എൻ്റെ കൊച്ചിനെ പിടിച്ച 10 ലക്ഷം കൊണ്ട് വരുമോ? അതുകൊണ്ട് എന്താ വരില്ല. ആ സാധനത്തിന് കടുവ അവിടെ ഇല്ലാണ്ടാക്കണം. ചേട്ടാ, നമ്മൾ ആ പശുവിനെ അവർക്ക് കൊടുക്കുന്നു. ഞങ്ങൾ ഗ്രാമിനെ കൊണ്ടുപോകില്ല. ഞങ്ങൾ ഗ്രാമിനെ കൊണ്ടുപോകില്ല. ഞങ്ങൾക്ക് വേണ്ട. അവർ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ആ സാധനത്തിൽ ഇല്ലാണ്ടാക്കണം. നാളെ ഞാൻ ഇന്ന് നഷ്ടപരിഹാരം പഠിച്ചു, നാളെ എൻ്റെ കൊച്ചിനെ സംഭവിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? എന്താ ഞങ്ങൾ ചെയ്യേണ്ടേ? ഇവര് 10,000 രൂപ 1 ലക്ഷം തന്നെ ഞങ്ങൾ ഒതുക്കുക. ആ ജീവനെ ഇല്ലാണ്ടാക്കണം ചെയ്യണ്ടേ? ആണ്, അതാണ് ശരി. നമുക്ക് പൈസ വേണ്ട. പൈസക്കല്ല ഞങ്ങൾ മണ്ണി പണിയെടുത്തില്ല, കയ്യിലെ തണുമ്പോട്ടത് ഞങ്ങൾ വേണം അങ്ങോട്ട് കൊടുക്കാം 10,000. നമുക്ക് വേണ്ടത് നഷ്ടപരിഹാരം നമുക്ക് ആവശ്യമില്ല. അവന്മാരെ കൊണ്ട് തിന്നോട്ടെ. കടുവ ഞങ്ങൾ മുമ്പിൽ കിട്ടി ഞങ്ങൾ തല്ലിക്കൊല്ലും. കടുവ ഞങ്ങൾ അവിടെ വന്ന് ഞങ്ങൾ കണ്ട് കൊന്നോളി, അത് ഉറപ്പാ. ഇന്ന് രാത്രി തന്നെ സാധനത്തെ ഞങ്ങൾ കൊണ്ടുവരും. കടുവേനെ ഇവിടെ കൊണ്ടുവരും. ഇന്ന് തന്നെ കൊണ്ടുവരും. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം ഒറ്റ പൈസ വേണ്ട. ഞങ്ങൾക്ക് അത്രയ്ക്ക് ദരിദ്രമൊന്നും ഇല്ല. ഇവരുടെ സർക്കാരിന്റെ പൈസ വാങ്ങി തിന്നിട്ട് ആവശ്യവും ഞങ്ങൾക്കില്ല. എന്ത് വിഷയമാണ് ഞങ്ങൾക്ക് ഒരു പൈസ വേണ്ട. ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുമില്ല. ഈ നിലപാടാണ് ഇവർ പങ്കുവെക്കുന്നത്. കാരണം ഇവർക്ക് അങ്ങനെ അത്തരത്തിൽ നഷ്ടപരിഹാരം വേണ്ട, കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ആ ഒരു ആവശ്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുക എന്ന സ്ഥിതിയാണല്ലോ. ചേട്ടാ, എന്താ പറയുക? ഇതിൽ ഇപ്പം നിൽക്കുന്ന ആൾക്കാരില്ലേ, ഇവിടെ നിൽക്കുന്ന ആൾക്കാർ 100 രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ ഇവര് സർക്കാർ കൂടുതൽ പൈസ ഇല്ലേ, അത് കിട്ടും. നമുക്കിവിടെ കിട്ടും എന്നുള്ള ഉറപ്പാണ്. പിന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ നഷ്ടപരിഹാരമാണ് ഏറ്റവും വലുത്. നഷ്ടപരിഹാരം നമുക്ക് വേണ്ടേ? ഈ പശുവിനെ കൊന്ന സ്ഥലം എന്റെ വീടിന്റെ അടുത്താ. അതായത് ഗ്രേറ്റിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടുമായിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ പറയുന്ന കേക്ക് ഇതുപോലെ നഷ്ടപരിഹാരം വേണ്ട എന്നുള്ള നിലപാടാണ് ഇവർ പങ്കുവെക്കുന്നത്. അത്തരത്തിലാണ് പ്രതിഷേധം ഇത് കൊണ്ടുവന്ന, അതായത് ഈ ട്രാക്ടർ ഇവിടെ ഇട്ടിരിക്കുകയാണ്. ആ ട്രാക്ടർ തിരിച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ നിലയിലാണ് പ്രതിഷേധം മാറുന്നത്. ഇവർക്ക് നഷ്ടപരിഹാരം കടിച്ചു കൊന്ന പശുവിന്റെ മൃതദേഹം വനം വകുപ്പിന് തന്നെ, അതിന്റെ ജഡം വനവകുപ്പിന് തന്നെ നൽകാൻ, അതിന്റെ നഷ്ടപരിഹാരം വേണ്ടെന്ന രീതിയിൽ അങ്ങനെ കടുത്ത പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിലേക്കാണ് സമീർ സി മുഹമ്മദ് ചേർന്നു. സമീർ, ഇപ്പോഴും മൃതദേഹം ആംബുലൻസിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. മൃതദേഹം ഏറ്റുവാങ്ങിയിട്ടില്ല. ഈ സർക്കാരുകൾ നൽകിയ ഉത്തരവ് നൽകിയ വാഗ്ദാനങ്ങൾ അത് ഉത്തരവായി വരാൻ സാങ്കേതിക തടസ്സമുണ്ടോ? എന്താണ് അതിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുഹൈലെ, മൃതദേഹം ഇപ്പോഴും പാക്കത്ത് എത്തിയിട്ടുണ്ട് എങ്കിലും വീട്ടിലേക്ക് ഇറക്കിയിട്ടില്ല. ആംബുലൻസിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രതിഷേധം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ബന്ധുക്കളും ഒപ്പം തന്നെ നാട്ടുകാരും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്താണ് ഈ ഒരു പ്രതിഷേധം. രാഷ്ട്രീയ നേട്ടത്തിനോ മറ്റോ തരത്തിലല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിനാൽ തന്നെ അവർ ശക്തമായിക്കൊണ്ട് ഈ പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നു. സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് എങ്കിലും അത് ഇതുവരെയും ഇവർക്ക് രേഖാമൂലം ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ
അവർ പ്രതിഷേധമായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമായ ഉറപ്പുകൾ അവരുടെ ബന്ധുക്കളെ അറിയിക്കണം. അങ്ങനെ ബന്ധുക്കളെ അറിയിച്ചെങ്കിൽ മാത്രം തുടർന്നുള്ള നടപടിയിലേക്ക് പോകും എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ സർക്കാരിൻ്റെ ഉത്തരവുമുണ്ട്. ആ ഉത്തരവ് ബന്ധുക്കളെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. അവരുടെ ബന്ധുക്കളെ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളും ഒപ്പം തന്നെ ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഈ ഉദ്യോഗസ്ഥർക്കൊപ്പമുണ്ട്. അവർ ഈ ഉത്തരവ് സർക്കാർ നൽകിയിട്ടുള്ള നഷ്ടപരിഹാരം അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ മറ്റ് ഉറപ്പുകളൊക്കെ ഈ ഉദ്യോഗസ്ഥർ ബന്ധുക്കളെ വായിച്ച് കേൾപ്പിക്കും. അതിനു വേണ്ടിക്കൊണ്ടാണ് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായ ഒരു സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇതുവരെയും ഉന്നത ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇവിടേക്ക് എത്തിയിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും എത്ര സമയം വേണമെങ്കിലും ദിവസങ്ങളോളം ഈ വിധത്തിൽ മൃതദേഹം ഈ വിധത്തിൽ ആംബുലൻസിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് പ്രതിഷേധമായിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന കാര്യം ഇവർ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ആ ഒരു അവിടെ കർശനമായിട്ടുള്ള അവരുടെ ഒരു ഉറച്ച നിലപാടിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇവിടേക്ക് നേരിട്ട് എത്തിയിരിക്കുന്നത്. അവർ ആ ഉത്തരവ് അവരെ വായിച്ചു കേൾപ്പിക്കും. അതിനുശേഷം നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ നീങ്ങും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആവശ്യം സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. ജില്ലാ ഭരണകൂടം അംഗീകരിച്ചിരിക്കുന്നു. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉത്തരവുമായിക്കൊണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് എത്തുകയാണ്. അവരുടെ ബന്ധുക്കളെ പോളിന്റെ ഭാര്യ പോളിന്റെ മൃതദേഹം ഇപ്പോഴും പാക്കത്തെ വീടിനടുത്ത് ആംബുലൻസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഭാര്യയ്ക്ക് സർക്കാർ ജോലി, 10 ലക്ഷം രൂപ അടിയന്തര സഹായം, 50 ലക്ഷം രൂപ മന്ത്രിസഭാ യോഗത്തിന് ശുപാർശ ചെയ്തടക്കമുള്ള ഉറപ്പുകൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഉറപ്പുകൾ ഉത്തരവായി ഇറക്കിയാൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്ന കുടുംബത്തിന്റെ ആവശ്യം അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളടക്കം പോളിന്റെ വീട്ടിലെത്തി ഉത്തരവ് കുടുംബത്തെ വായിച്ച് കേൾപ്പിക്കും. ഇതിനുശേഷം മൃതദേഹം കൈപ്പറ്റി തുടർ നടപടികളിലേക്ക് കുടുംബം കടക്കും. ഇപ്പോൾ ഈ രാവിലെ മുതൽ ഈ പോളിന്റെ മൃതദേഹം പുൽപ്പള്ളിയിൽ പ്രതിഷേധ ചൂടിൽ പുൽപ്പള്ളിയിൽ തന്നെയായിരുന്നു. ഏകദേശം അരമണിക്കൂർ മുമ്പ് മാത്രമാണ് പാക്കത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. പാക്കത്ത് മൃതദേഹം എത്തിച്ചെങ്കിലും കുടുംബം ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നില്ല. സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങളും സർക്കാരിന്റെ വാഗ്ദാനങ്ങളും അത് വെറുതെ വാക്കാൽ പറഞ്ഞാൽ പോരാ, ഉത്തരവായി ഇറക്കണമെന്ന ആവശ്യം അവർ ഉന്നയിച്ച ആവശ്യത്തിലേക്ക് വനം വകുപ്പ് വന്നിരിക്കുന്നു. ആ ഉത്തരവുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കുടുംബത്തെ വായിച്ചു കേൾപ്പിച്ചതിന് പിന്നാലെ മൃതദേഹം ഏറ്റുവാങ്ങുന്ന കാര്യങ്ങളേക്കടക്കം കുടുംബം കടക്കും. ഇന്നലെയാണ് വൈൽഡ് ലൈഫ് വാർഡനായ പോളിനെ കാട്ടാന ആക്രമിക്കുന്നത്. ഇന്നലെ തന്നെ മരിച്ചു. അങ്ങനെ കഴിഞ്ഞ 17 ദിവസത്തിനിടെ വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞ 3 ജീവനുകൾ, കഴിഞ്ഞൊരു മാസത്തിൽ വാഗേരിൽ കടുവാക്രമണത്തിൽ മരിച്ച പ്രതീഷ്. അങ്ങനെ കടുവകളും കാട്ടാനകൾ ആക്രമിച്ചു കൊല്ലുന്നവർ, കടുവ ഭക്ഷിക്കുന്നവർ, ഇങ്ങനെ ഏത് സമയം ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയാശങ്കകളിൽ ജീവിക്കേണ്ടി വരുന്നവർ, കാടിറങ്ങി വരുന്ന മൃഗങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ച് ജീവിതത്തിന്റെ ക്രമങ്ങൾ മാറ്റിമറിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ പ്രതിഷേധം കൂടിയാണ് വയനാട്ടിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ തുടങ്ങിയ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ്. ഇന്ന് പുൽപ്പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധം. ഇന്നലെ മരിച്ച പോളിന്റെ പാക്കത്തിനോടനുബന്ധിച്ച ഏറ്റവും വലിയ നഗരം പുൽപ്പള്ളിയാണ്. ആ പുൽപ്പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം അജീഷ് മരിച്ച ദിനം മാനന്തവാടി കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധം. അങ്ങനെ വിവിധ ദിക്കുകൾ, വയനാടിന്റെ വിവിധ ഇടങ്ങൾ ഈ പ്രതിഷേധത്തിന്റെ ചൂടറിയുന്ന ഇതൊരു പൊതുവികാരമാണ്. ഇവിടെ രാഷ്ട്രീയ മാനങ്ങളില്ല, മറിച്ച് ചുരത്തിന് മുകളിൽ എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ജനവിഭാഗം, അവരതിന്റെ പ്രതിഷേധം അവർക്കാകും വിധം പ്രക്ഷേപണം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സമീർ ചെയ്തു. സമീർ, കുടുംബത്തെ ഈ വനം വകുപ്പ് ഈ ഉത്തരവ് വായിച്ച് കേൾപ്പിക്കുകയാണ്. എന്താണ് അവിടുത്തെ സ്ഥിതിവിശേഷം? 50 ലക്ഷം രൂപയിൽ ബാക്കി വരുന്ന 4 ലക്ഷം രൂപ മനസ്സിലാക്കാൻ കഴിയുന്നത് കുടുംബം ആവശ്യപ്പെട്ട അനുസരിച്ച് ഇന്ന് സർക്കാർ പോളിന്റെ കുടുംബത്തിന് നൽകിയ ഉറപ്പുകൾ ഉത്തരവായി ഇറക്കിയിട്ടുണ്ട്. ഈ ഉത്തരവ് കുടുംബത്തെ വായിച്ച് കേൾപ്പിക്കുകയാണ് പാക്കത്തെ വീട്ടിൽ. ഇപ്പോഴും അരമണിക്കൂർ മുമ്പ് പുൽപ്പള്ളി ടൗണിൽ നിന്ന് കൊണ്ടുപോയ പോളിന്റെ മൃതദേഹം ഇപ്പോഴും ആംബുലൻസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് വീട്ടിലേക്ക് ഇറക്കിയിട്ടില്ല, കുടുംബം ഏറ്റുവാങ്ങിയിട്ടില്ല. മറിച്ച് ഈ നൽകിയ വാഗ്ദാനങ്ങൾ, ഉറപ്പുകൾ അത് പാലിച്ച് ഉത്തരവാക്കിയാൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങുന്ന കുടുംബത്തിന്റെ ആവശ്യം വനം വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അജീഷിന്റെ കാര്യത്തിലും സമാനമായ രീതിയിൽ തന്നെ കുടുംബത്തിനൊരു സർക്കാർ ജോലി, 10 ലക്ഷം രൂപ, 50 ലക്ഷം രൂപയ്ക്ക് ക്യാബിനറ്റിന് നിർദ്ദേശം നൽകുന്നു.
ഇങ്ങനെ ഇതൊരു കീഴ്വഴക്കമായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു, ഉടൻ തന്നെ 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം, സർക്കാർ ജോലി. ഇതല്ല, ഇതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ വളരെ മുന്നോട്ട് കണ്ട് മുൻകാലം കൂടി കണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ക്രിയാത്മക ഇടപെടലുകൾ വേണമെന്ന ജനതയുടെ ആവശ്യം കൂടിയാണ് ഇപ്പോൾ അവിടെ ആകെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമനിർമ്മാണം അടക്കം. ഇപ്പോൾ സൂർജിത്ത് ഇപ്പം ചെയ്യുന്നു. സൂർജിത്ത്, ഈ വനം വകുപ്പ് കുടുംബം ആവശ്യപ്പെട്ട അനുസരിച്ച് പോളിന് നൽകിയ ഉറപ്പുകൾ ഉത്തരവായി ഇറക്കിയിട്ടുണ്ട്. പ്രതിഷേധക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളടക്കം ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. ഇനി പ്രതിഷേധക്കാർക്ക് മുന്നിൽ എന്താണുള്ളത്? അവരിന് എന്തൊക്കെ ആവശ്യമാണ് ഉന്നയിക്കുന്നത്? ഈ പ്രതിഷേധം എങ്ങനെ തീർക്കാനാണ് അവർ ആലോചിക്കുന്നത്? കൂലിപ്പണിക്കാരാണ്, സാധാരണക്കാരാണ്, കർഷകരാണ്. രാവിലെ ജോലിക്ക് പോയാൽ കാട്ടാന ആക്രമിച്ചോ കടുവ ഭക്ഷിച്ചോ ഇല്ലാതാകുമെന്ന ഭയത്തിൽ ജീവിക്കേണ്ടി വരുന്നവർ അവരുടെ പ്രതിഷേധം നിരത്തുകളിൽ കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പുൽപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ്. ജനുവരി 30-ന് ലക്ഷ്മണൻ ബാവലിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. 10 ദിവസം തികയും മുമ്പ് ഈ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ 10 ദിവസങ്ങൾ തികയും മുമ്പ് തന്നെ അജീഷ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ഇന്നലെ പോൾ കൊല്ലപ്പെടുന്നു. അങ്ങനെ കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധം വയനാട്ടിൽ തുടരുകയാണ്.